ഹരി ഓം. ദശകം 17, ശ്ലോകം 5. താദേ വിഷണ്ണഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്ത്വിതചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിതമനാക്രമവർദ്ധിതേന നിന്നേ കഠോരതപസാ കില പഞ്ചമാസാൻ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. താതേ വിഷണ്ണ ഹൃദയേ നഗരീം ഗതേന. താതേ വിഷണ്ണ ഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്ത്വിത സ്വ എന്ന് പറഞ്ഞു പോരുത്, പരിസാന്ത്വിത ചിത്തവൃത്തൗ. ശ്രീനാരദേന പരിസാന്ത്വിത ചിത്തവൃത്തൗ ബാലഃ ത്വത് അർപ്പിത മനാഃ ക്രമവർദ്ധിതേന. ബാലഃ ത്വത്, അതാണ് ബാലസ്ത്വത്. ബാലസ്ത്വദർപ്പിത മനാ. ബാലഃ ത്വത് അർപ്പിത മനാഃ. ബാലസ്ത്വദർപ്പിത മനാ ക്രമവർദ്ധിതേന നിന്നേ കഠോര തപസാ കില പഞ്ചമാസാൻ. നിന്നേ കഠോര തപസാ കില പഞ്ചമാസാൻ. താദേ വിഷണ്ണ ഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്ത്വിത ചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിതമനാ ക്രമവർദ്ധിതേന നിന്നേ കഠോര തപസാ കില പഞ്ചമാസാൻ. ശ്ലോകം 5ൻ്റെ അന്വയവും അർത്ഥവും നോക്കാം. വിഷണ്ണ ഹൃദയേ താതേ. അപ്പം വിഷണ്ണ ഹൃദയേ താതേ. താതേ അച്ഛന് വിഷണ്ണ ഹൃദയനായി തീർന്നു. എന്തുകൊണ്ടാ? മകനെ നോക്കിയപ്പോഴത്തേനും മകനെ കാണുന്നില്ല. അപ്പം മനസ്സിനൊരു വിഷമം ഉണ്ടാകുന്നു. ഹൃദയേ എന്ന് പറഞ്ഞാൽ മനസ്സിന്. എന്തുകൊണ്ടാണ് മനസ്സിന് വിഷമം ഉണ്ടായത്? ആ മകൻ മടിയിൽ വന്നിരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അച്ഛനെന്നാ പിടിച്ചിരുത്തിയുമില്ല. എന്നാൽ ഭാര്യയുടെ ആ വഴക്കും ശാസനയൊക്കെ കേട്ടിട്ടും അവനെ ഒട്ടൊന്ന് സാന്ത്വനിപ്പിച്ചുമില്ല. ആ കുഞ്ഞിന് വിഷമമായി കാണും എന്നുള്ളത് മനസ്സിലാക്കിയത് ഇപ്പോഴാണ്, ആ കുട്ടിയെ വീട്ടിൽ കാണാതായപ്പോൾ. എന്നാൽ പുറത്ത് ആ വിഷമം കാണിക്കാൻ സാധിക്കുമോ? അതാണ് വിഷണ്ണ ഹൃദയേ എന്ന് പറഞ്ഞേക്കുന്നത്. ഹൃദയത്തിൽ മാത്രം വിഷമം കാണിച്ചു. അപ്പം പുറത്ത് കാണിച്ചാൽ എന്താണ്? ആ ഭാര്യ വന്ന് വഴക്ക് പറയത്തില്ലേ? സുരുചി വന്ന് വഴക്ക് പറയുമല്ലോ. ആ പേടിച്ചിട്ട് പുറത്തൊട്ട് വിഷമം കാണിച്ചുമില്ല. അതാണ് പറയുന്നത് വിഷണ്ണ ഹൃദയേ താതേ. ആ കുട്ടി പട്ടണം വിട്ടു പോയപ്പോൾ അച്ഛനുള്ളിൽ വിഷമമായി. ആ അച്ഛനെ നഗരീം ഗതേന ശ്രീനാരദേന. അപ്പോഴേക്കും നഗരത്തിലെത്തിച്ചേർന്ന ശ്രീനാരദ മഹർഷി. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു, ആ നാരദ മഹർഷി നഗരത്തിൽ വെച്ച് ആ കുഞ്ഞിനെ കാണുന്നു, കുഞ്ഞിന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്നു, എന്തൊക്കെ ചെയ്യണം, തപസ് ചെയ്യാൻ എന്നുള്ള കാര്യം ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് കാട്ടിലേക്ക് വിടുന്നു. പൊക്കോ മോനെ, നീ ഇങ്ങനൊക്കെ പോയി ചെയ്യ്, ഇങ്ങനൊക്കെ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതി, നിനക്ക് അച്ഛൻ്റെ മടിയിലിരിക്കാൻ സാധിക്കും എന്നൊക്കെ ഉള്ള കാര്യം ആ മകനോട് പറഞ്ഞു വിടുന്നു. ഇതൊക്കെ ആരുടെ ഇച്ഛ അനുസരിച്ചാണ്? ആ ഭഗവാന്റെ ഒരാളുടെ ഇച്ഛ അനുസരിച്ചാണ് നാരദനെ ഇറക്കി കളിക്കുകയാണ് നാരദൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഈ കൊട്ടാരത്തിലേക്ക് വരാൻ താമസിച്ചാലോ രാജാവ് എന്ത് ചെയ്യും? മകനെ കണ്ടില്ല എന്ന് പറഞ്ഞ് ആൾക്കാരെ വിടും, അന്വേഷിക്കാൻ വിടും. അപ്പോൾ എങ്ങാനും കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവന്നാലോ ഭഗവാന്റെ ഇച്ഛ നടക്കുമോ? അതൊന്നും നടക്കത്തില്ല. അതുകൊണ്ടാണ് നഗരീം ഗതേന ശ്രീനാരദേന. അപ്പോഴേക്കും നഗരത്തിലെത്തിച്ചേർന്ന ശ്രീനാരദ മഹർഷി പരിസാന്ത്വിത ചിത്തവൃത്തൗ. ആ തക്ക സാന്ത്വനവചനങ്ങളാൽ തികച്ചും മനസമാധാനമുള്ളവനാക്കി തീർത്തു. ആരെ? അച്ഛനെ. കൊട്ടാരത്തിൽ വന്ന് അപ്പം ഉത്താനപാത രാജാവ് വിഷമിച്ചിരിക്കുകയാണെന്ന് കണ്ട് നാരായണ നാരായണ എന്ന് പറഞ്ഞു വരുന്നു. അപ്പോൾ പറഞ്ഞു മകനെ കാണുന്നില്ല. അപ്പോൾ പറഞ്ഞു ഒന്നും വിഷമിക്കണ്ട, അവനെ ഞാൻ കണ്ടിട്ടുണ്ട്, അവൻ ശരിയായിട്ടുള്ള രീതിക്കാണ് പോയിരിക്കുന്നത്. അവൻ സാധാരണക്കാരനല്ല, അവൻ ഭഗവാനെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അവനെ തിരിച്ച് വിളിക്കണ്ട,
അവൻ തിരിച്ചു വരും. വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ആയിരിക്കത്തില്ല. അവൻ മഹാനായിത്തീരും. ഇങ്ങനെയുള്ള സാന്ത്വനം ഒട്ടും വിഷമിക്കേണ്ട കാര്യത്തില്ല. നിങ്ങൾ മടിയിൽ ഇരുത്താതിരുന്നതും ഭഗവാന്റെ ഇച്ഛ ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മടിയിൽ ഇരുത്തിയില്ല എന്ന് വിചാരിച്ചും വിഷമിക്കേണ്ട കാര്യമില്ല. ഭഗവാൻ അറിയാതെ ഒരു ഇല പോലും അണങ്ങത്തില്ല. അതുകൊണ്ട് ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛ കാരണമാണ്. രാജാവ് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ആ സാന്ത്വന വചനങ്ങളാൽ തികച്ചും മനസമാധാനമുള്ളവനാക്കി തീർത്തു. പരിസാന്ത്വിത ചിത്തവൃത്തൗ. അപ്പം അത് അവിടെ രാജാവിനെ കാണുന്നു. കൊട്ടാരത്തിൽ അവിടെ പറഞ്ഞ് അവിടെ നിർത്തി. ഇനി ക്യാമറ നേരെ നമുക്ക് മകൻ്റെ അടുക്കലേക്ക് തിരിക്കാം. അപ്പം ഇനി കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. ബാലഹ ത്വദർപ്പിതമനാഹ. ആ കുട്ടിയോ അങ്ങയിൽ തന്നെ മനസ്സിനെ അർപ്പിച്ചവനായും കൊണ്ട്. അപ്പോൾ രാജാവിൻ്റെ അടുക്കൽ നിന്ന് ആ കഥകളെല്ലാം പറഞ്ഞു, രാജാവിനെ സമാധാനപ്പെടുത്തി. എന്നിട്ട് നേരെ ക്യാമറ കുട്ടിയുടെ അടുക്കലോട്ട് തിരിക്കുന്നു. അപ്പോൾ കുട്ടി എങ്ങനെയായിരിക്കുന്നത്? വളരെ സമാധാനമായിട്ട് മനസ്സ് മുഴുവൻ ഭഗവാനിൽ തന്നെ അർപ്പിച്ച് വളരെ ഭക്തിയോട് കൂടിയിട്ട് ക്രമവർദ്ധിതേന കഠോര തപസാ, പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന കഠിന തപസ്സും അനുഷ്ഠിച്ചുകൊണ്ട്, ക്രമവർദ്ധിതേന, ഒറ്റ ദിവസം കൊണ്ടല്ല ചെയ്തത്, ക്രമമായിട്ട്. ഇപ്പം നമ്മൾ തപസ് ചെയ്തു ഒരു വ്രതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ 1 മണിക്കൂർ വിശപ്പ് തോന്നും, പക്ഷെ നമ്മൾ പിടിച്ചിരിക്കും. അപ്പം ഒരു ദിവസം അങ്ങനെ ഇരിക്കാം, 2 ദിവസം അങ്ങനെ ഇരിക്കാം. പക്ഷേ 3-ാമത്തെ ദിവസം പിന്നെയും നമ്മുടെ വിശപ്പ് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ആഹാരം കഴിച്ചു തുടങ്ങും. 3-ാമത്തെ ദിവസം കഴിയുമ്പോൾ ഇനി പറ്റത്തില്ല, കുറച്ചുകൂടെ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ പടിപടിയായിട്ടാണ് ആ തപസ് ഉയർത്തിക്കൊണ്ടുവന്നത്, കഠിന തപസ് അനുഷ്ഠിച്ചും കൊണ്ട്. അതെങ്ങനെയാണ് പടിപടിയായിട്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട്, ഭാഗവതത്തിൽ പറയുന്നുണ്ട്. 3 ദിവസം വരെ തപസ് ചെയ്തു. 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേനും ഭയങ്കര വിശപ്പ് വരുന്ന ഉടനെ പോയി പഴങ്ങളൊക്കെ അന്വേഷിച്ച്, ചുമ്മാ നമ്മൾ ഇരിക്കുന്നിടത്ത് പഴമൊന്നും കിട്ടത്തില്ലല്ലോ, അപ്പോൾ കുറച്ച് നടന്ന് നല്ല പഴമൊക്കെ കിട്ടുന്നതൊക്കെ കഴിക്കും, കുറച്ച് വെള്ളവും കുടിക്കും, പിന്നെയും തപസ് ചെയ്യും. പിന്നെയും 3 ദിവസം തപസ് ചെയ്യും, പിന്നെയും വിശക്കും, പിന്നെയും എണീറ്റ് പോവും, പഴങ്ങളൊക്കെ കഴിക്കും, കുറച്ച് വെള്ളവും കുടിക്കും, അങ്ങനെ വന്നിരിക്കും. അങ്ങനെ കുറേ ദിവസം അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേനും ഈ ആ സമയം 3 എന്നുള്ളത് 10 ദിവസമായി, 5 ദിവസം 25 ദിവസമായി, അങ്ങനെ നീട്ടാൻ തുടങ്ങി. ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ദൃഢനിശ്ചയം, ആ വൈരാഗ്യം എന്നാണ് പറയുന്നത്, ആ വൈരാഗ്യം ഉണ്ടായി. അങ്ങനെ പറ്റത്തില്ല, ഇടയ്ക്ക് തപസ്സിനെ മുടക്കി ഇങ്ങനെ എണീറ്റ് പൊക്കൂടാ എന്നുള്ള മനസ്സിൽ ദൃഢമായി ഉറപ്പിച്ച്, നിന്നേക്കില പഞ്ചമാസാൻ നിന്നേക്കില, പഞ്ചമാസാൻ 5 മാസങ്ങളെ നിന്നേക്കില നയിച്ചുവല്ലോ, 5 മാസങ്ങളെ അങ്ങനെ കഴിച്ചു പോയി. പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് ആ കഠിന തപസ് അനുഷ്ഠിച്ചുകൊണ്ട് 5 മാസങ്ങൾ നയിച്ചുവല്ലോ. ഇതിനകത്ത് ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്, വിഷണ്ണഹൃദയേ. ആ വിഷാദം എന്ന് പറയുന്ന ഹൃദയത്തിൽ മാത്രം, പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല. സുരുചിയെ പേടിച്ചിട്ട് പുറത്ത് കാട്ടിയിട്ടില്ല എന്നാണ് അതിൻ്റെ ഒരു ധാരണ. അപ്പോൾ വെറും ആ 5 വയസ്സ് പോലും പ്രായമാകാത്ത ആ മകൻ്റെ വനവാസത്തിന് ആ അച്ഛനും താനും ഒരു കാരണക്കാരനാണല്ലോ എന്ന ആ ചിന്ത മനസ്സിൽ വളരെ അലട്ടാൻ തുടങ്ങി രാജാവിനെ. എന്നിട്ട് ആ ഉത്താനപാലന് ഭയങ്കര ഒരു പശ്ചാത്താപം മനസ്സിലുണർന്നു. എന്നിട്ടോ കൊട്ടാരത്തിൽ ആ സമയത്ത് നാരദ മഹർഷി വരുന്നു. നാരദ മഹർഷി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ സാന്ത്വന വാക്കുകളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അപ്പോഴേക്കും അവിടെ മകൻ്റെ കാര്യം പറയുന്നു. മകന് ആ ഭഗവാനിൽ തന്നെ അടിയുറച്ച വിശ്വാസത്തോടുകൂടി, ആ മനസ്സോടുകൂടി ധ്രുവന് ക്രമത്തിൽ ആ വർദ്ധിക്കപ്പെട്ട ഉഗ്ര തപസ്സുകൊണ്ട് 5 മാസങ്ങളെ നയിച്ചു. പറയുന്നത് ആദ്യത്തെ 1 മാസം ഫലാഹാരനായിട്ട്, എന്ന് വെച്ചാൽ പഴങ്ങൾ മാത്രം കഴിച്ചു. പിന്നത്തെ മാസമോ പർണാഹാരനായിട്ട്, ഇതൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. പർണാഹാരം എന്ന് വെച്ചാൽ എന്തോന്ന്, ഇല കഴിച്ചു. പിന്നത്തെ 1 മാസമോ ജലാഹാരം കഴിച്ചു. പിന്നത്തെ 1 മാസമോ വായു ഭക്ഷിച്ചു.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് 1 മാസം ഒന്നും കഴിച്ചില്ല. ആ നിരാഹാരനായിട്ടാണ് ആ ബാലൻ 5 മാസങ്ങൾ തപസ്സനുഷ്ഠിച്ചതെന്നാണ് പറയുന്നത്. താതേ വിഷണ്ണഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്ത്വിത ചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിതമനാക്രമവർദ്ധിതേന നിന്യേ കഠോര തപസാ കില 5 മാസാൻ.